ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻറ്റ് കൂടിയാണ്. ഞാൻ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്ലാനിനെ കുറിച്ചും അതുപോലെ നല്ലൊരു പ്രീമിയം സജസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലർക്കും എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നും എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ലഭിക്കുക എന്നുള്ളതും ഒരു ആശങ്കയുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷയാവതരണം ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വസീം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ വീട്. ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് നമ്മളൊക്കെ ഏകദേശം ആളുകൾക്ക് വാഹനം ഉപയോഗിക്കുന്നതാണ്. വാഹനത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് പോലെ ഒരു സംവിധാനം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പോളിസിയുടെ പ്രീമിയത്തെ കുറിച്ചല്ല, നേരെ മറിച്ച് അതിൻ്റെ സം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തുകയാണോ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ മാക്സിമം കവറേജ് കിട്ടുന്ന എമൗണ്ട്. 5 lakhs ഉണ്ട്, 7 lakhs ഉണ്ട്, 10 lakhs ഉണ്ട്, 15 lakhs, 20 lakhs, അങ്ങനെ 1 crore വരെ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നല്ലൊരു മാക്സിമം നമുക്ക് എത്രയാണോ സം ഇൻഷുർഡ് കിട്ടുന്നത് ആ ഒരു പ്ലാനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ നമുക്ക് ക്യാപ്പിങ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില കമ്പനികളൊക്കെ അല്ലെങ്കിൽ ചില പ്ലാനുകൾക്ക് ഇത്ര ശതമാനം കോ പേയ്മെൻറ്റ് ആവശ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, ഒരു 1 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലായിട്ട് ബില്ലായാൽ 20%, അതായത് 20,000 നമ്മൾ ഹോസ്പിറ്റലിൽ അടക്കണം എന്നിങ്ങനെ വരും. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാനിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾ എത്രയാണോ എമൗണ്ട് നിങ്ങൾ സം ഇൻഷുർഡ് എടുക്കുന്നത്, ഒരു 5 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് 5 lakhs തന്നെ മൊത്തമായിട്ടും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്ന പ്ലാനാണ്. അത് 10 lakhs ആണെങ്കിൽ 10 lakhs. അതുപോലെ തന്നെ നമ്മളൊരു 5 lakhs പോളിസി എടുത്ത് നമ്മൾ ഒരു 3 ലക്ഷത്തിൻ്റെ കവറേജ് നമുക്ക് ക്ലെയിം ചെയ്തു. പിന്നെ നമുക്ക് കിടക്കുന്നത് 2 ലക്ഷമാണ്. അപ്പം നമ്മൾ ഈ ഒരു വർഷം 5 ലക്ഷത്തിൽ 3 ലക്ഷം നമ്മൾ ഓൾറെഡി ക്ലെയിം ചെയ്താൽ പിന്നെ 2 ബാലൻസ് ഉണ്ടാവും. അതും ഈ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് കവേർഡ് ആണ്. അതായത് നിങ്ങൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം നിങ്ങളെ സം ഇൻഷുർഡ് എമൗണ്ട് എത്രയാണോ ടോട്ടൽ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കായി റീസ്റ്റോറേഷൻ ആവും. 5 lakh ആണെങ്കിൽ അത് 5 lakh ആയിട്ട് തന്നെ വരും. അപ്പം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്യാനും സാധിക്കും. അതിന് അൺലിമിറ്റഡ് ഓട്ടോ റിസ്റ്റോറേഷൻ എന്നാണ് പറയുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലെയിം ഫെസിലിറ്റിയിൽ നമുക്ക് ചില ക്ലെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് കൺസ്യൂമബിൾസിനൊന്നും ക്ലെയിം അലൗഡ് ചെയ്യില്ല കമ്പനികൾ. കൺസ്യൂമബിൾസ് മീൻസ് നമുക്ക് ഒരു സർജറിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊസീജിയർ ആവശ്യം വന്നാൽ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, മാസ്ക്, അതുപോലെ സിറിഞ്ച്, അങ്ങനെ ഡിസ്പോസിബിൾ ഐറ്റംസ് ഒക്കെ ഒരുപാടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ക്ലെയിം കിട്ടില്ല. പക്ഷേ ഈ ഒരു പ്ലാനിൽ അതൊക്കെ കവേർഡാണ്. നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സം ഇൻഷുർഡ് എമൗണ്ട് എത്രയാണോ അതിന് നിങ്ങൾക്ക് എത്ര രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 5 lakhൻ്റെയോ അല്ലെങ്കിൽ 10 lakhൻ്റെയോ കവറേജ് എടുക്കുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിൽ ഒരു 10 lakhs സം ഇൻഷുർഡ് എമൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അത് 25 lakhs ആയിട്ട് ആ ഒരു പോളിസി ഉയരുന്നതായിരിക്കും. 25 lakhs ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ. വേറെ പ്രീമിയോ കാര്യങ്ങളൊന്നും കൂടുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പോളിസിയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കെയർ സുപ്രീം എന്ന പോളിസി. ഒന്നിനും നിങ്ങൾക്ക് ക്യാപ്പിംഗ് ഇല്ല. കാരണം ചില പോളിസിയൊക്കെ കാണാം, ഒരു നിങ്ങളെ റൂം റെൻറ്റിൻ്റെ ലിമിറ്റ് വെക്കും 2500, 5000 രൂപയുടെ മുകളിലുള്ള റൂം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഇനി സിംഗിൾ AC മാത്രമേ പറ്റുള്ളൂ മാക്സിമം പോയാൽ. അതുപോലെ ICUവിൻ്റെതും ഡെയിലി റെൻറ്റ് ഇത്ര വരെയുള്ള ICUവിൻ്റെ റെൻറ്റ് അവർ അലോഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾ സം ഇൻഷുർഡ് എത്രയാണോ ആ എമൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലെയിമിന് പോകാവുന്നതാണ്. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ഒന്നിനും ലിമിറ്റേഷൻസ് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതായത് ആയുർവേദ, യുനാനി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇതിൽ കവേർഡാണ്. പ്രത്യേകിച്ച് റോബോട്ടിക് സർജറി അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ കവേർഡാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക്
നമ്മൾ ഒരു ഹെൽത്തിയായി നമ്മൾ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ കെയർ ഹെൽത്തിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളെ കൗണ്ടിങ്, നിങ്ങൾ നടക്കുന്ന സ്റ്റെപ്സൊക്കെ അതിൽ കാൽക്കുലേഷൻ ചെയ്യും. അപ്പം നല്ലൊരു മാക്സിമം സ്റ്റെപ്സ് നമ്മൾ ഒരു വർഷം നടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റിന്യൂവലിൽ നിങ്ങൾക്കത് 30% വരെ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും. അത് വേറൊരു പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ കമ്പനികളെയും പോലെ 2 വർഷം കുറച്ച് രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പൈൽസ്, പിസ്റ്റൂല, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അപ്പൻഡിക്സ്, ENT സംബന്ധമായിട്ടുള്ളത്, കണ്ണ്, അങ്ങനെ ഒട്ടനവധിയല്ല, കുറച്ച് ചുരുക്കം പറയുന്ന കുറച്ച് രോഗങ്ങൾ അതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ 24 മാസം, അതായത് 2 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ രോഗങ്ങളൊക്കെ. പിന്നെ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. കാരണം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 4 വർഷം വെയിറ്റിംഗ് പീരീഡ്. ചിലതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് കവറേജിൽ നമുക്ക് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ മോഡിഫിക്കേഷൻ വരുത്തി അതിന് ചുരുങ്ങിയ വർഷത്തേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ ഇൻസ്റ്റന്റ് കവറേജിൽ നമുക്ക് ആസ്മ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ കുറച്ച് വരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് കവറേജിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന പോളിസിയൊക്കെ ഈ ഒരു പോളിസിയിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോഡേൺ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ആയുഷ് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഇത് കിട്ടും. പിന്നെ നമുക്ക് ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്താൽ നമുക്ക് അടുത്ത വർഷം അതൊരു 25 ലക്ഷമായിട്ട് 150% എക്സ്ട്രാ ആയിട്ട് നമുക്ക് സമ്മിൻഷേർഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കവറേജും കൂടി നമുക്ക് ഒരു OPD കവറേജും കൂടി നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാം. അതിൻ്റെയൊക്കെ അഡീഷണൽ പ്രീമിയം നമ്മൾ അടക്കേണ്ടി വരും. നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ആംബുലൻസ് സർവീസ്, അതുപോലെ ICU, റൂം റെന്റ്, അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി. അപ്പോൾ ഇതിൽ നമുക്ക് ഉൾപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി ഇതിൽ പെടുമെന്ന്. പ്രഗ്നൻസി ഇതിൽ കിട്ടില്ല, അതുപോലെ ഡെന്റലിന്റെ കവറേജും ഇതിൽ കിട്ടില്ല. ഡെന്റലിന്റെ കിട്ടും. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടം മൂലം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് 24 മാസം വെയിറ്റിംഗുള്ള രോഗങ്ങളായാലും, ഇനി നിങ്ങൾക്കൊരു രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് 4 വർഷം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു അപകട സാധ്യത ഒന്നും നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതായിരിക്കും. അവിടെ രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് അവിടെ മുൻനിരയിലുള്ളത്. അപ്പം നമ്മൾ അതിനു വേണ്ടി എല്ലാ രോഗങ്ങളും അപ്പം കവേർഡാവും. ഒരു അപകട സാധ്യത അപകടം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ദിവസത്തിന് മുമ്പും അതുപോലെ 150 ദിവസത്തിന് ശേഷവും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കവേർഡാവും. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ 60 ദിവസത്തിന് മുമ്പും 150 ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കവേർഡാവും. പിന്നെ എയർ ആംബുലൻസ് ഫെസിലിറ്റി, അത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ഹാർട്ട് സർജറിയായി ബന്ധപ്പെട്ട ഒരു യുവാവിൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വഴിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അതുപോലുള്ള ഹെലികോപ്റ്ററിലേക്കുള്ള നമുക്ക് ആംബുലൻസിൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ നമ്മൾ സബ്മിൻഷേർഡ് എത്രയാണോ ആ എമൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് പോവാം. 5 ലക്ഷത്തിൻ്റെ ആകും, 10 ലക്ഷത്തിൻ്റെ ആകും, ആ ഒരു കവറേജ് വരും. അതിൽ റൂം റെന്റ് കാര്യങ്ങൾ ഒന്നും നമുക്ക് വരുന്നില്ല. പിന്നെ മറ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രീ മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു സംഭവങ്ങളില്ല, ഒരു കാര്യങ്ങളുമില്ല. പിന്നെ വേറെ കാര്യം, പലർക്കും ഇതാണ്, നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പല ഇൻഷുറൻസ് കമ്പനികളും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആശങ്ക പല ആളുകൾക്കുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് നിങ്ങളൊരു ഹോസ്പിറ്റൽ അനാവശ്യമായിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല. കാരണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ചില ആളുകൾ വിചാരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ഡയഗ്നോസ് ചെയ്യുന്നതിനൊക്കെ ജസ്റ്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആകുന്നു. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു
സംഭവം ഒരു ഹെൽത്ത് ഇൻഷുറൻസും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു രോഗിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ളൂ. ചില ആളുകൾ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അനാവശ്യമായി അഡ്മിറ്റ് ആക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്യും. ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ക്ലെയിം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ തള്ളി പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായൊരു രോഗം ഡയഗ്നോസ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം നിർബന്ധമായിട്ടും കിട്ടും. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിലവിലുള്ള രോഗം മറച്ചു വെച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളൊരു രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലെത്തി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ എത്തുമ്പോൾ ആ ക്ലെയിം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിജക്റ്റ് ആവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് നിലവിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതിരിക്കുക. അത് മാക്സിമം ശ്രമിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഈ അപകടം മൂലം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം രോഗങ്ങൾക്ക് കിട്ടില്ല. കാരണം ആദ്യത്തെ 30 ദിവസം ഒരു വെയിറ്റിംഗ് പീരീഡ് പോലെയാണ്, ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് അതിന് പറയാം. 30 ദിവസത്തിന് ശേഷം നമുക്ക് പല രോഗങ്ങൾക്കും നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ. അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഏജൻറ്റുകൾ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, അപ്പോൾ എടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടിയിരിക്കും. കാരണം അപകടത്തിനാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. ഇതിൽ സൂയിസൈഡിന് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല. സൂയിസൈഡ് ചെയ്തിട്ട് ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസിന് പോയാൽ അവർക്ക് ക്ലെയിം കിട്ടില്ല. അത് മറ്റൊരു കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപകടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അതിൽ നിങ്ങളെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസോ അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡിലെ രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലെയിം ആവും. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഏത് പ്രായക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഇതിൽ ഓരോ ആളുടെയും പ്രീമിയം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് അവരുടെ ഏജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറയുന്ന കെയർ സുപ്രീം എന്ന പോളിസിയുടെ ഒരു പോളിസിയിൽ 4 പേർക്ക് വരെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ 2 മുതിർന്നവരും അതിൽ 2 ചെറിയവരും, അല്ലെങ്കിൽ ഒരാൾ മുതിർന്നവരും ബാക്കി 3 ചെറിയ ആളുകളും 26 വയസ്സിന് താഴെയുള്ള വരെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഫാമിലിയിൽ ചിലപ്പം ഒരു വൈഫും ഹസ്ബൻഡും അതുപോലെ അവർക്ക് 3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2 പോളിസി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. പോളിസിൻ്റെ പ്രീമിയം എമൗണ്ടിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, കറക്റ്റ് എമൗണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ 2 പോളിസി ആയിട്ട് എടുക്കേണ്ടി വരും. അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ അതിൽ നിങ്ങൾക്ക് പോളിസി മെയിൻ ഹോൾഡറായിട്ട് ഒരാളെ തന്നെ നിങ്ങൾക്ക് വെക്കാം. അവർക്ക് വേറെ സെപ്പറേറ്റ് പ്രീമിയം അടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിൽ EMI അവൈലബിലിറ്റി ആണോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. EMI അവൈലബിലിറ്റി ആണ്, പക്ഷെ അത് 3 മാസം വരെ മാത്രമാണ് EMI ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ രോഗങ്ങളൊക്കെ വരാതെ നമ്മൾ സൂക്ഷിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, നമ്മളെ ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളെ മറ്റുള്ള ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ പോലെയല്ല ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളെ റിസ്ക് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ആർക്കും രോഗം വരാതിരിക്കട്ടെ. എല്ലാവരും ഇന്ന് പെട്ടെന്ന് രോഗിയാവുകയും അവർ പ്രയാസം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അനിവാര്യമാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8129383995. ഓക്കെ, ബൈ.